രാവിലെ തന്നെ നേരം കൊടുക്കാണല്ലേ ഈശ്വര. ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ കോഴിക്കോടുള്ള ഒരു ലക്ഷറി പ്രോപ്പർട്ടിയായ ടിയാര ബൈ MPS എന്ന ഹോട്ടലിന്റെ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പോയപ്പോൾ എടുത്ത ഒരു വ്ലോഗിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത്. എങ്ങോട്ടാ പറഞ്ഞോ? നിന്റെ അല്ല ഹസ്ബൻഡ് അല്ലേ? ല്ലേ? ഹായ്, ഹൗ ആർ യു? എപ്പത്തി ഭക്ഷണം കഴിച്ചാ? നമ്മുടെ ടീം മെമ്പേഴ്സിനെല്ലാം റൂംസ് 11th ഫ്ലോറിലായിരുന്നു കേട്ടോ. സോ അവിടെ നിന്നുള്ള വ്യൂ വാസ് റിയലി ഗ്രേറ്റ്. ഇതുകൊണ്ട് കളിക്കുന്നു നമ്മുടെ വണ്ടി. ഇറങ്ങിട്ടേ കണ്ണും കലന്തിങ്ങനെ ഉറങ്ങാതെ ഷൂട്ടിനുണ്ട്. ഒരു വയലാറോ എഴുതാനല്ല എഴുത്തച്ഛനാ. കാർഡെടുത്താ ബെസ്റ്റ് 11:00 പോയി. എന്തിനു പടി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചെന്നു. റിസപ്ഷനോട് ചേർന്നിട്ടാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റിസപ്ഷൻ പ്ലസ് റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റിലെ ടേബിൾസ് ആൻഡ് ചെയർസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നമുക്ക് എവിടെ ഇരിക്കുന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, കാരണം ഞങ്ങൾക്ക് വീഡിയോയും കൂടെ എടുക്കണമല്ലോ. ഫൈനലി നമ്മൾ ഈ ഒരു ടേബിൾ ഫിക്സ് ചെയ്തു. ഒത്തിരി ഡിഷസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാടൻ കേരള ഫുഡിന്റെ കൂടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മെനു ആയിരുന്നു. യൂഷ്വലി 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു തന്നെയായിരുന്നു. നോക്കുന്നുണ്ട്, ഉപ്പെടുത്തിട്ട് വരുന്നു. ഇതെന്താ ഉണക്കമീനാ? രാവിലെ തന്നെ കഞ്ഞിയാ, നല്ലതായിരിക്കും അല്ലേ? നിങ്ങളെ രാവിലെ കഞ്ഞി ഇന്നലെ ഒന്നും കഴിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാവിലെ കഞ്ഞി കഴിക്കാറുണ്ട്. അതെ, കഞ്ഞി കേട്ടോ, രാവിലെ തന്നെ കഞ്ഞി അല്ല എടി, ഇത് കഞ്ഞി. വളരെ ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ നീറ്റായിട്ടാണ്. യൂഷ്വലി എനിക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിനോട് അത്ര താല്പര്യമില്ല. നമ്മൾ മലയാളീസ് കഴിക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ ചിക്കൻ പാറ്റീസ്, ചിക്കൻ സോസേജ്, ഗ്രിൽഡ് ചിക്കൻ വിത്ത് സോർട്ടഡ് വെജിറ്റബിൾസ് ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പുട്ടും ഇഡ്ഡലിയും അവിടെ ഇരിക്കുന്നത് ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല. ഇതെന്താണ് കേസ്? സ്പൈഡർമാൻ്റെ തല. എടി, നീ സ്പൈഡർമാൻ്റെ തല ഉണ്ടോ? അവിടെ സ്പൈഡർമാൻ്റെ തല കണ്ടാ? രാവിലെ തന്നെ കഞ്ഞി കുടിക്കാണ്. കഞ്ഞി അല്ല ഗേസ്, അയ്യോ ഇതുണ്ട, രാവിലെ തന്നെ കഞ്ഞി കുടിക്കാണ് ഗേസ്. കഞ്ഞിക്ക് എന്ത് പറയല്ലേ? ക്രൂവല. എന്ത് പറഞ്ഞു? ഗ്രൂവലോ കഞ്ഞിക്ക്. ആശിക്കെടുത്തു. അല്ല കഞ്ഞൊക്കെ അപ്പൊ പഴം എടുത്തു. രാവിലെ തന്നെ കഞ്ഞി, അതും തണുത്ത കഞ്ഞി. നമ്മൾ വെറുതെ പറയും ചൂടില്ലാത്ത കുടിക്കല്ലേ രാവിലെ. ഹെൽത്തി ഫുഡ് അറിഞ്ഞിട്ട് ചെയ്തു. ഇല്ലപ്പാ, തമാശ പക്ഷെ കഞ്ഞി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ഞാൻ സാധാരണ ഉച്ചയ്ക്കാണ് കഞ്ഞി കുടിക്കാറ്, അതും നല്ല ചൂട് കഞ്ഞി. അങ്ങനെ ചൂട് കഞ്ഞിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് എടുത്തത് തന്നെ. പക്ഷെ നൈസായിട്ട് ഫ്ലോപ്പായി. അത് ചൂട് കഞ്ഞിയല്ല, പഴങ്കഞ്ഞിയാണ്. അത് കുറച്ച് കോൾഡ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ മുഴുവനും കഴിക്കാനും പറ്റിയില്ല. പക്ഷെ രാവിലെ പഴങ്കഞ്ഞി കഴിച്ച് ശീലമുള്ളൂ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ലൈഫ് കൗണ്ടറും കൂടി ഉണ്ട് കേട്ടോ. നല്ല ചൂട് ദോശ, അപ്പം, ബുൾസൈ, ഓംലെറ്റ് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, അവരുണ്ട്. ഇരിക്കുമ്പോഴാണ് നമ്മുടെ നിയാസിന്റെ ബുൾസൈ വന്നത്. ബുൾസൈ ഇവന്റെയാ? ഇതൊക്കെ കറക്റ്റ് എടുത്ത് നോക്കുന്ന പോലെ ഇല്ലേ? ഒരു വായും കൂടെ സെറ്റായി നോക്കട്ടെ, നോക്കി
ആ സെയിം സെയിം. നീ ബുൾസൈ തിന്നാൽ ഞാൻ എടുക്കും. നീ ബുൾസൈ തിന്നത് ഞാൻ എടുക്കും. നിയാസ് ബുൾസൈ കഴിക്കുന്നതാണ്. ഇറ്റ്സ് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് നിയാസിന് കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ ശരിയാവുള്ളൂ. നീ എന്ത് ചെയ്യുക? സാധാരണ അങ്ങനെ അല്ലല്ലോ, സ്പൂണൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. ഇപ്പം എന്തൊരു പരിഷ്കാരം. ഞാൻ ഒരു കത്തി മേടിച്ചിട്ടേ. തൃശ്ശൂർ റൗണ്ടപ്പുറത്ത് പോലെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മേ. അതേപോലെ ഇത് തിന്നുന്ന സർവകല ഇതെല്ലാം തിന്നുന്ന ഒരു കലയാണ്. നമ്മൾ മേത്ത് നീച്ച് തന്നാൻ പാടില്ല. കുറേ നിനക്ക് എന്നുള്ളതാ ഒരു എക്സ്പ്രഷൻ. നിനക്ക് എന്നുള്ളതാ ബുൾസൈ കഴിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ. അതെ, ബുൾസൈക്ക് മാത്രമല്ല, കഴിച്ചു കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ തീരുമാനം. എനിക്ക് വേണ്ട. ഇതുണ്ട താഴ്ന്നില്ലേ റെസ്റ്റോറൻറ്റിൽ സാധനം തിന്ന് കഴിഞ്ഞിട്ട് പിന്നെയും കുട്ടിയുണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. ഇതാ കൊച്ചിന് ഹലോ ഗേസ്, ഇതാ കൊച്ചിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത്. എടുത്തില്ല കൊച്ചി. ഓ കൊച്ചുകുഞ്ഞിന്റെ കഥയായിരുന്നു പറഞ്ഞത്. എന്നിട്ട് എത്തുന്നതിന്റെ ഒപ്പം നിന്ന് നല്ല കാര്യം. ഇപ്പോഴും നമ്മുടെ മെയിൻ പരിപാടി സ്റ്റാർട്ട്. ഇനിയാണ് നമ്മുടെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ചെന്ന് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്ത് നമ്മുടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷോട്ട്. നമ്മൾ ആ ഹോട്ടലിലേക്ക് വരുന്ന ഒരു എൻട്രി ഷോട്ടാണ് ആദ്യമായിട്ട് എടുത്തത്. എങ്ങനെയുണ്ട് ഇന്നത്തെ റൂമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ആണല്ലേ. സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയാ? അതല്ല, മുകളിലത്തെ നല്ല രസമുണ്ട് സ്വിമ്മിംഗ് പൂൾ. ആ ഞാൻ വന്നിട്ടുണ്ട് മുമ്പ് ഇവിടെ. അതാണ് മെയിൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുമ്പോൾ രണ്ടാമത് റെഡി ആയിട്ട് ഒന്നുകൂടെ വരുന്നത് 10 മണിയാകുമ്പോൾ. കാരണം 10:30 അവിടെ ക്ലോസ് ചെയ്യും. ഞാൻ അത് കഴിഞ്ഞിട്ടൊന്ന് ചെറിയൊരു വർക്കൗട്ട് ചെയ്തു. അപ്പോൾ അത് ഡൈജസ്റ്റ് ആയി. ഡയറക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് പാവം. ഇതാണ് ഇതിന്റെ ഡയറക്ടർ കേട്ടോ. യെസ്, ഇദ്ദേഹമാണ് നമ്മുടെ ഡയറക്ടർ മിസ്റ്റർ ഋഷിദാസ്. പൃഥ്വിരാജ് ഇവിടെ വന്നാൽ ഇവിടെ താമസിക്കില്ലേ, കോഴിക്കോട് വന്നാൽ. പിന്നെ അതല്ല, ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴാണ് നമ്മളെ ഇബാദിയുടെ ഇത് കണ്ടത് കേട്ടോ. ഇബാദി നല്ല അത്രയാണ് ഇതിൻ്റെ അത്ര സ്പ്രേ ഒക്കെ അടിപൊളി. സ്പ്രേ ഞാൻ അങ്ങനെ വാങ്ങാറില്ല, അത്ര അടിപൊളിയാണ് ഇബാദിൻ്റെ കേട്ടോ. നിയാസ് ഒരു പെർഫ്യൂം ഭ്രാന്തനാണ്. എനിക്കറിയാവുന്നിടത്തോളം ഇബാദി ഈസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ്സ്. ആൻഡ് അതിൻ്റെ ഇടയിൽ കൂടെ ചെന്ന് അവനൊരു ബോട്ടിൽ മേടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത്. പാർക്കിംഗ് സൈഡ് ഇതാണ്. പിന്നെ ഇത് അതാണ് ഗോകുലം മാൾ വരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. നല്ല വ്യൂ ആണല്ലേ, സൂപ്പർ സൂപ്പർ. കുട്ടികളുടെ ഷൂട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബ്രേക്ക് കിട്ടിയായിരുന്നു. ആ സമയത്ത് ഞാൻ നിയാസിൻ്റെ അടുത്ത് ചുമ്മാ ഒന്ന് പോയിരുന്നു. പിന്നെ അവൻ തുടങ്ങിയില്ലേ ചളിവാരി എറിയാൻ. പിന്നെ ഞാൻ അതൊക്കെ സഹിച്ചിരുന്നു. കണ്ടാ ഗൈസ്, മന്തി കഴിക്കുന്ന പാത്രം ഇയാറിൻ്റെ അവർ വീഡിയോ കാണണ്ട. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കുന്നു. അതെ, എൻ്റെ മക്കളാണ്. എനിക്ക് പിറക്കാതെ പോയ മക്കൾ. അതെവിടെ പിറക്കാതെ പോയ മക്കൾ? നമ്മുടെ ഈ വർക്ക് ചെയ്യുന്നത് ദ പോയറ്റിക് ആർട്സ് എന്ന് പറയുന്ന അഡ്വർടൈസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനിയാണ്, ബേസ്ഡ് ഓൺ കാലിക്കറ്റ്. ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ് ഇവരുടെ ഓഫീസ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഷൂട്ട് തുടങ്ങി. ക്യാമറ എടുത്തുനിന്ന് കണ്ടപ്പോൾ അഭിനയം തുടങ്ങി. അതാണ് ഹൈലൈറ്റ്. ക്യാമറ എടുത്തുനിന്ന് കണ്ടപ്പോൾ തുടങ്ങി അഭിനയം. ഇതുണ്ടായി തികച്ചും അഭിനയമായിരുന്നു. ഇതിൻ്റെ സൈഡിലുള്ള മറ്റേ ഉപ്പും ചേർന്നായിരുന്നു കാണുന്നില്ലല്ലോ. കുടിക്കുന്നവരാകെ അതിൻ്റെ ഓർമ്മ. ഇതുണ്ട കേസ് പരസ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. കള്ളല്ലോ, വെൽക്കം ഡ്രിങ്ക്. ആ പിന്നെ 3 ഗ്ലാസ്. എന്ത് പറയുന്നത്? അങ്ങനെയുണ്ട് ഷൂട്ട്? സൂപ്പറാ? അടിപൊളിയാ? എൻ്റെ പേരെന്താണെന്ന് പറയാം. ഇമാൻ സോഹി. എത്രയാണ് പഠിക്കുന്നത്? സെക്കൻഡ് സ്റ്റാൻഡേർഡ്. നീ ചിരിക്കൂലേ? ചിരിച്ച ചിരിക്കി. വേറെ ഏതൊക്കെ വർക്ക് ചെയ്ത നീ? വേറെ ഏതൊക്കെ അഭിനയിച്ച? ശോഭിക വെഡിങ്സാ. പിന്നെ വേദിക, ഏത് മുക്കത്തുള്ള വേദിക. പിന്നെ അടിപൊളിയപ്പം. കീപ്പിറ്റപ്പ്. ഇതാണ് ഗുയിസ് നമ്മുടെ സാഷ് ഗോൾഡ് ബ്രൈറ്റനിങ് ക്രീം. ഇതിൻ്റെ തുപ്പ് എടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബിസിനസ് നമ്മൾ മറക്കരുതല്ലോ.
അങ്ങനെ ലഞ്ച് ബ്രേക്കായി സ്റ്റാർട്ടേഴ്സായിട്ട് ഏഷ്യൻ ബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിഷ് തന്നു. അത് തിന്ന് നോക്കിയപ്പോൾ എനിക്കൊരു പാനിപൂരി ടച്ചാണ് കിട്ടിയത്. ഇറ്റ്സ് പ്യോർ വെജ്. പിന്നെ ഇവരുടെ സർവീസസ് ഒന്നും പറയാതിരിക്കാൻ വയ്യ. വെൽ ട്രെയിൻഡ് സ്റ്റാഫ്സ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ അടിപൊളിയായിട്ടാണ് സർവീസസ് ഒക്കെ ചെയ്യുന്നത്. ലഞ്ചിന് നമ്മൾ നല്ല നാടൻ ചോറും സാമ്പാറും ഫിഷ് തവ ഫ്രൈ ഒക്കെയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഹസ്ബൻഡ് ചേട്ടൻ വന്നിട്ട് ഒരു മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നേ. അല്ല സോറി, വീഡിയോ മാറിപ്പോയി. അനട്ടൊക്കെ തിന്നിട്ട് വന്ന കേസ് അവർ ഷോട്ടിലാണ്. ഫുഡ് വരാൻ ഇത്തിരി ലേറ്റ് ആവും എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളൊരു ചെറിയ ഷോട്ട് ബാലൻസ് ഉണ്ടായിരുന്നത് എടുക്കാൻ പോയി. വെയിറ്റിംഗ് ടൈമിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നടക്കുമല്ലോ എന്ന് ഓർത്തു. പക്ഷെ ആ ഒരു ടൈമിൽ ഫുഡ് വന്നതോടെ മിസ്റ്റർ നിയാസ് നമ്മളെ പോലും മൈൻഡ് ചെയ്യാതെ മാക്കിന് വെട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നു. ബാലൻസ് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളത് ദൈവത്തിനറിയാം. രാവിലെ നമ്മുടെ കുട്ടികൾ അത്ര എനർജറ്റിക് ആയിരുന്നില്ല. പക്ഷെ ലഞ്ച് കഴിഞ്ഞതോടെ അവർ രണ്ടുപേരും ആക്റ്റീവായി. അടുത്തത് നമ്മൾ ഫാമിലി ലഞ്ച് കഴിക്കുന്ന സീൻസ് ആണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ഷെഫ് ഹായ്. ഷെഫിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ നമുക്ക് ഷൂട്ടിന് വേണ്ടുന്ന ഈ ഡിഷസ് ഒക്കെ കുക്ക് ചെയ്ത് തന്നത് അദ്ദേഹം തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതൊക്കെ ടിയാരയുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ഡിഷസ് ആണ്. ലഞ്ച് നന്നായിട്ട് കഴിച്ചത് കൊണ്ട് ഈ ഡിഷസ് ഒന്നും കഴിക്കാനുള്ള ഒരു സ്പേസ് എൻ്റെ വയറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കോ ആക്ടേഴ്സ് 3 പേരും ഷോട്ടിൻ്റെ ഇടയിൽ കൂടെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡയറക്ടർ വന്നിട്ട് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പുറമെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ലഞ്ച് സീക്വൻസസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇറ്റ്സ് ടൈം ഫോർ എ ഡ്രസ് ചേഞ്ച്. നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ടിയാരയുടെ ഫ്രണ്ട് പോർഷൻസ് ആണ്. മടുത്ത ഞങ്ങൾ ബ്ലോഗിൽ എടുക്കട്ടെ? വീഡിയോ എടുക്കട്ടെ ബ്ലോഗിൽ? മടുത്തോ ഇല്ലേ? അപ്പൊ ഒരു ബാക്ക് പറഞ്ഞില്ലേ? യെസ്.